ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾക്കെല്ലാം ഉപകാരമുള്ള ഒരു സംഭവം കാണിച്ചു കൊണ്ടാണ് കേട്ടോ. കാരണം എന്താ അറിയോ, നമുക്ക് അടുക്കള വേസ്റ്റ് ഒരു തലവേദനയാണല്ലോ. അത് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാറ്റൊരു കുറേ പേർക്ക് പണ്ടൊക്കെ നമ്മളങ്ങ് വലിച്ചെറിയലായിരുന്നു, ഒന്നും നോക്കലില്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഒരു മാറ്റം വന്ന് അത് ഞാൻ കുറേ ബക്കറ്റിലിട്ടിട്ട് ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയിട്ട് എനിക്കൊരു വേസ്റ്റ് ഉണ്ട്, ഒരു കുഴിയുണ്ട്, അതിൽ കൊണ്ടുപോയി ഇടലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനും പരിഷ്കരിച്ചു. ഇപ്പം നല്ല വളമാക്കുന്ന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തിയല്ലോ. അപ്പോൾ നമ്മൾ ഈ അടുക്കള വേസ്റ്റ് വലിച്ചങ്ങോട്ട് എറിഞ്ഞാലുണ്ട പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എൻ്റെ അമ്മോ. അതിൻ്റെ മണം, ദുർഗന്ധം, കൊതുക്, ഈച്ച, എലി, പെരിച്ചായി, പാമ്പ്, അങ്ങനെ ചുറ്റും വീടിൻ്റെ ചുറ്റും ഉണ്ടാവും. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇന്ന് എൻ്റെ വീഡിയോ. നമുക്ക് അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട്. ഒന്ന് ഫുഡ് വേസ്റ്റ് ഉണ്ട്. ഫുഡ് വേസ്റ്റ് കുറേ ചോറുണ്ടാക്കി മറിക്കുക നല്ല ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പച്ചക്കറി മുറിച്ചിട്ടതൊക്കെ ഉണ്ടാവും, ഇറച്ചി, മീൻ അതെല്ലാം മുറിച്ചതൊക്കെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹരിതകർമ്മസേന മാസത്തിൽ അങ്ങ് വന്ന് കൊണ്ടുപോകും, മുറ പോലെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് അത് ക്ലിയറാണ്, തോട്ടത്തിലേക്ക് പ്ലാസ്റ്റിക് ഇടുകയേ വേണ്ട. ഈ ഫുഡ് വേസ്റ്റാണ് നമുക്കൊക്കെ ഒരു തലവേദന വരുന്നത്. അപ്പോൾ അത് ഞാൻ എന്താണ് എൻ്റെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേസ്റ്റ് കുഴിയിൽ കൊണ്ടുപോയി ഇടലായിരുന്നു എന്നുള്ളത്. ഇപ്പം ഞാനിതാ ഈ ബയോബിൻ വാങ്ങി. ഈ ബയോബിൻ വാങ്ങിയതിന് ശേഷം ഇപ്പം മഴക്കാലാണല്ലോ, എനിക്കിപ്പം ഫുഡ് എന്തെങ്കിലും മീനിൻ്റെതും ഇറച്ചിൻ്റെതും ഫുഡിൻ്റെ കുറച്ചുണ്ട്. ആ വേസ്റ്റൊന്നും ഞാൻ ഇനി പുറത്തേക്ക് ദൂരെ കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. വേക്കി വീകുന്നുള്ള പേടിയുമില്ല, മഴ കൊള്ളുന്നുള്ള പേടിയുമില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വാങ്ങിയതാട്ടോ. പിന്നെ ഇതിപ്പം കുറേ സ്ഥലത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല, അവിടെ ഉണ്ടോയെന്ന് എനിക്കിവിടെ അറിഞ്ഞുകൂടതാനും. എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. കാരണം ഇതിൻ്റെ വളം ഇങ്ങനെ കണ്ടിട്ടേ കൊതിയായിട്ട് അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത്. ഞാൻ എവിടുന്നാണ് വാങ്ങിച്ചാൽ ലിങ്കൊക്കെ ഞാൻ ഇട്ട് തരാതെ, എനിക്ക് ഫ്രീ കിട്ടിയതല്ല കേട്ടോ, അതെനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ നിറഞ്ഞ് മേലത്തെ തട്ട് ഫുള്ളായി. പിന്നീട് ഞാൻ കേട്ടത് നമ്മൾ ഫസ്റ്റിൽ തന്നെ അടിയിലെ തട്ടുന്നിട്ട് പോന്നാൽ നമുക്ക് ഇത് എടുത്തു വെക്കാൻ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുമ്പോഴാണല്ലേ നമുക്കെല്ലാം മനസ്സിലാവുക. അപ്പം എനിക്കത് ബോധ്യമായി ശരിയാണെന്നുള്ളത്. പിന്നെ ഒരു തട്ട് മാത്രം വെച്ചാലും മതിയായിരുന്നു, അത് നിറയുമ്പോൾ അടുത്ത തട്ട് കൊണ്ടുവന്ന് വെച്ചാലും മതി. അതൊക്കെ ഓരോരോ പഠനത്തിൽ. അപ്പം നിങ്ങളും അത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നിട്ട് നിറഞ്ഞു കിട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒന്നിട്ടിട്ട് നിറഞ്ഞത് ഇതാ, എൻ്റെ ഇനോക്കുലോ ഇട്ട് ഇതാ നിറഞ്ഞു. വേസ്റ്റായി വരുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ വരെ ഇട്ടതാ, ആയി വരുന്നേ ഉള്ളൂ. ഇത് ഫുള്ളായി, കണ്ടില്ലേ, ഇത് ഫുള്ളായി. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വരെ ഇട്ടതാ കേട്ടോ. ഇനി ഞാൻ ഈ തട്ട് എടുത്തിട്ട് അടിയിലെ തട്ടിലേക്ക് മാറ്റിയിട്ട് അടിയിലെ തട്ടോ അല്ല ഈ തട്ടോ ഇതൊന്ന് മുകളിലേക്ക് വെക്കും. എനിക്ക് ഇടണമല്ലോ ആ സൗകര്യത്തിന്. ഇതിൽ ഒരു നേരിയ ഒരു വെള്ളം വരും കുറച്ച്, അതാ കണ്ടോ കെട്ടിക്കിടക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് മാറ്റുക. അത് നല്ലൊരു ജൈവ മരുന്നാണത്. അത് നമ്മൾ ഒഴിച്ചാൽ ഭയങ്കര നല്ല, പിന്നെ ചെടികൾക്കൊക്കെ നല്ലതാണ്. അത് ഇട്ട് കൊടുത്താൽ റോക്കറ്റ് സ്പീഡിൽ വളരെ തന്നെ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പിന്നെ വേണ്ടത് അടുത്തത് എന്തൊക്കെ ഇതിൽ വേണം, എങ്ങനെ നിങ്ങളെ മേലെ കറുപ്പ് കണ്ടു എന്നൊക്കെ അല്ലേ, അതെല്ലാം പറഞ്ഞു തരാം. അതിൻ്റെ മുമ്പേ ഞാൻ ആ വെള്ളമല്ലേ അതിൻ്റെ ഒലിച്ച് വന്ന് അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ അതെന്താ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. എന്നാൽ വരി, ആദ്യം ഇത് ഞാൻ എടുത്ത് മാറ്റട്ടെ. ഞാൻ മേലത്തുള്ള വെയിറ്റ് എടുത്ത് മാറ്റി. ഇതിന് പിന്നെ ഒന്നുമില്ല, വെയിറ്റ് ഒന്നുമില്ല. അതിൽ കുറച്ചൊരു വെള്ളമുണ്ട്, അതും അതിലേക്ക് ഇടുക. നല്ല ഒരു മരുന്നാണല്ലോ, വളക്കൂറുള്ളതാണല്ലോ അതൊക്കെ. ഇതാ ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് ചെരിച്ച് പിടിക്കുക. എന്നാ ചെടി അല്ല മറിഞ്ഞോ, കണ്ണ് കാണുന്നില്ല ഏട്. അതെടുത്തിട്ട് നമുക്ക് ഇരട്ടി വെള്ളത്തിൽ, ഇതിൽ കുറച്ചുണ്ട് അങ്ങനെ എടുക്കണമെന്നില്ല. ഇതെടുത്തിട്ട് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടീൻ്റെ മുരട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല, എടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിന് പ്രധാനമായി ഈ ഒരു സംഭവം ഇനാക്കുലം എന്നാണ് ഇതിന് പറയൽ. ഇത് ഇനാക്കുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ചകിരിച്ചോറാണെന്ന്. ചകിരിച്ചോറല്ല, ഇത്
നമ്മളെ എല്ലാ അവശിഷ്ടങ്ങളും ഉണ്ടല്ലോ, അടുക്കള വേസ്റ്റ്, അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ അത് ഈർപ്പം നിലനിർത്തുകയും ചെയ്യും, വായു സഞ്ചാരം കിട്ടും, അതേ അതിന് ഉപകാരമുള്ളൂ. ചെടികൾ വളരാനൊക്കെ സഹായിക്കും. ഇതങ്ങനെയല്ല, ഇതിൽ ബാക്ടീരിയൻ്റെയും ഫംഗസിൻ്റെയും ഒക്കെ എല്ലാം കൂടി അടങ്ങിയതായി ഈനാക്കുലം എന്ന് പറഞ്ഞാൽ. ഇതിന് കുറച്ച് വിലയുണ്ട്, 300-350ഒക്കെയാണ്. ഇത് 1 കിലോൻ്റെ അടുത്തുണ്ട്. ഇതെടുത്തിട്ട് നമ്മൾ ഈ കട്ട എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക, ഒരു പാത്രത്തിലേക്ക് ഇടുക. പാത്രത്തിലേക്ക് ഇട്ടിട്ട് 2 ലിറ്റർ വെള്ളം മേലെ ഒഴിക്കുക. എൻ്റേത് ഒന്ന് തീർന്ന് ഞാൻ രണ്ടാമത് എടുത്തതാണ്. വെള്ളം ഒഴിച്ച് വെച്ചാൽ പൊതിർന്ന് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് കൊണ്ടുവരുന്ന, അടുക്കളയിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടാവും, ചോറുണ്ടാവും, കറി. ഇതിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നനവ് എന്ന് പറഞ്ഞാൽ കറി, കഞ്ഞി, അങ്ങനത്തെ വെള്ളം ഇതിൽ പറ്റില്ല. ഒക്കെ ഒന്ന് ഉണങ്ങിയ സൈസ് ഇതിൽ പറ്റും. ഉണക്ക് വേണ്ട, കുറച്ച് നനവുണ്ടെങ്കിൽ, പക്ഷേ വെള്ളം ദ്രാവക രൂപത്തിൽ അതിൽ ഒഴിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എടുത്ത് നമ്മളെല്ലാം കൊണ്ടുപോയി ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇതിങ്ങ് വെതറുക, ഇതങ്ങ് അടച്ചു വെക്കുക. 2-ാം ദിവസം പോയിട്ട് നമ്മൾ വീണ്ടും ഉണ്ടാവുക, ദിവസം വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കൊണ്ടുപോയിടുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് കൊണ്ടുപോയിട്ട് കുറച്ചിടുക. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അടിയിലെ തട്ട് നിറയുമ്പോൾ നമ്മൾ താഴേക്ക് വെക്കണം. അങ്ങനെ അടിയിലെ തട്ട് നല്ല വളമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈനാക്കുലത്തിന് പൈസയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പൈസ മുടക്കിയിട്ട് നമുക്ക് ആവൂല. അപ്പോൾ ഈ ഈനാക്കുല നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചിട്ട് ആ ഒരു തട്ട് നിറയെ വളം നമ്മൾ കിട്ടിയല്ലോ, ആ വളം നമ്മൾ എടുത്ത് വെച്ചാൽ വീണ്ടും ഈനാക്കുലത്തിൻ്റെ ഉപകാരം നടക്കും. അതുകൊണ്ട് പൈസ അധികം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും അത് ചെയ്യാണ്ടിരിക്കണ്ട കേട്ടോ. നല്ല വളമാണ് ഈ ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ. ചെടികൾ വളരാനുള്ളൊരു വീടാണെങ്കിൽ ഈനാക്കുലം ആ വീട്ടിലെ ഊർജ അത്രക്കും വ്യത്യാസം ഈനാക്കുലം ഇട്ടിട്ടുള്ള ആ ഒരു വളത്തിന്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ. നമുക്കിത് ഫിറ്റാക്കാനൊക്കെ എളുപ്പമായി. ഇതിൻ്റെ പരസ്യം പറയുന്നതല്ല, എനിക്ക് ഉപകാരമുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ വാങ്ങിക്കോട്ടെ. നമുക്ക് നല്ല വേസ്റ്റ് ഒന്നും എടുത്ത് ദൂരെ പോവേണ്ടല്ലോ. പിന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. ഈ ഈനാക്കുല ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ എങ്ങനെ അത് ഫിറ്റാക്കുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടതാണ്. ഞാനിപ്പോൾ അത് കഴിച്ച് നോക്കിയതാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനി അടുത്തത് ഞാൻ എൻ്റെ വേസ്റ്റ് ഇടുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം കുറച്ച് ഇതാ കണ്ടോ, ഇത് ലൂസായി വരുന്ന വേഗാവും അങ്ങ് തിരിച്ചു മറിച്ച് വിട്ടാൽ അങ്ങാവും. ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നനയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്ന് സ്ഥലം മാറ്റി ഇവിടേക്ക് വെച്ചതായി. അടിയിലേക്ക് മാറ്റിയിട്ടോ, നിറഞ്ഞത് അടിയിലേക്ക് മാറ്റി ഇതാ മേലെ ഫിറ്റാക്കി. അതിൻ്റെ മേലെ ഒന്നും കൂടി ഉണ്ടല്ലോ. ഇതിന് വെയിൽ കൊള്ളാൻ പറ്റൂല, വെയിൽ തട്ടരുത് എന്ന്. ചില വീട്ടിലുള്ളത് ഇതിനേക്കാളും വലുതാണോ അല്ലേ. എന്തായാലും ഇത് വാങ്ങിയതിൻ്റെ ശേഷം ഉണ്ടല്ലോ എനിക്ക് നല്ല ഉപകാരം. ഞാൻ ഇപ്പം വേസ്റ്റ് മറിക്കാൻ ദൂരെ ഒന്നും പോക്കില്ല. ഇതാ ഈ ഒരു മൂടി ഉണ്ടാവും കേട്ടോ, ഇതുണ്ടാവും. ഇതിൽ പുഴുവില്ല മണ്ണുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി വളം ശരിക്കായി വരട്ടെ, അന്നേരം ഞങ്ങളെ കാണിക്കൂ. ഇപ്പം എനിക്ക് ആയിട്ടില്ല, അത് ഫുള്ളായിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങി വന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല നല്ലൊരു വളക്കൂറുള്ള വളമാണത് എന്നുള്ളത്. അത് ഞങ്ങളുടെ എടുത്തല്ലോ, ആ എടുത്തതിൽ കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കളറ് നോക്ക്. എൻ്റെ കളറ് ഞാൻ ചെടിക്ക് ഒഴിക്കട്ടെ, കാണിച്ചു തരാം. കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല വളക്കൂറുള്ള വളമൊന്നും നമ്മൾ കളയാൻ പോകണ്ട. പോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒലിച്ച് പോവുകയുള്ളൂ. അപ്പം അതിന് ഒലിച്ച് പോവാത്ത രീതിയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ധാരാളം പൂക്കളും നല്ല കരുത്തിൽ വളരും ചെയ്യല്ലോ. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. എൻ്റെ കരിവേപ്പില കണ്ടോ, ഒന്ന് ഞാൻ ഇവിടെ പിടിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രാത്രിയൊക്കെ ഒരാവശ്യം വന്നാൽ തോട്ടത്ത് പോവണ്ടല്ലോ ഇപ്പോഴത്തെ പാമ്പ് കാലത്ത്.
അപ്പുറത്ത് നിൽക്കട്ടെ. ധാരാളം പൂക്കൾ ഉണ്ടാവട്ടെ. എൻ്റെ വെള്ള ഡേയ്സിയൊക്കെ ആളായി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വെള്ള ഡേയ്സി പൂവിട്ടേ നോക്കി. ഇതാ അടിപൊളി. എനിക്ക് നുസ്രത്ത് തന്നതായിരുന്നു. നുസ്രത്ത് എങ്ങനെ തന്നതെന്നറിയോ? ഓൺലൈനിൽ വരുത്തിയിട്ട് എനിക്ക് കൊണ്ടുവന്ന്. താങ്ക്സ് കേട്ടോ. പൂവിടാൻ തുടങ്ങി. ഇതിലൊക്കെ നിറച്ച് മുട്ട അതിങ്ങ് വിരിഞ്ഞാലുണ്ടാവും ഒരു നിറയൽ. ഒന്നും കളയാനില്ല. അതിൽ നിന്ന് കിട്ടിയ ദ്രാവകം എടുത്തിട്ട് നമുക്ക് നനക്കാം. പിന്നെ അതിലെ വളം എടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യുക. ഒരു മണും ഇതിനില്ല. എനിക്കുണ്ടായില്ല. ഇതൊക്കെ നോക്ക്. ഇതൊക്കെ എൻ്റെ ചെണ്ടുമല്ലി നിറയെ അങ്ങ് പിടിപ്പിച്ചതാ. ഇത് ജമന്തി അത് മുട്ടുണ്ടായിന്. എൻ്റെ റോസ കൊയ്ക്കട്ടെ കേട്ടോ. എൻ്റെ റോസ വിരിഞ്ഞ ആളായി കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കും, നിറക്കെ വെട്ടി നുറുക്കി കൊടുക്കും. ഒന്ന് അടി വെട്ടി റെഡിയാക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോപ്പ്. ഇവിടെ ഒരു ചെടിയുണ്ട്. ഇത് ചെടി ആളായി കഴിഞ്ഞ് പൂവിട്ട് കഴിഞ്ഞു. അത് എൻ്റെ മഞ്ഞപ്പൂവ് നോക്കി. ഇതിൻ്റെ ഒരു നിര തന്നെ ഉണ്ട്. എനിക്ക് മഞ്ഞപ്പൂ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഇത് ഞാൻ നിറയെ പിടിപ്പിച്ചതാ. അതിനും കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. എനിക്ക് ആ ബയോബിന്ന് വാങ്ങുന്നതിൻ്റെ മുമ്പേ എൻ്റെത് ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു സംഭവം. ഈ കുഴലിലേക്ക് അങ്ങ് ഇടലായിരുന്നു ഞാൻ. എന്നിട്ട് അങ്ങ് മൂടി വെക്കും. കുഴലെ തുറന്നൊക്കാനൊന്നും പറ്റൂല. നോമ്പോ ഈ കൊതുകൊക്കെ അങ്ങ് മൂടിയിടലായിരുന്നു. ഇപ്പോൾ ഞാൻ ബയോബിന്ന് വാങ്ങിയത്. എൻ്റെ പച്ചക്കറിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് വാങ്ങുന്നതിന് മുമ്പത്തെ കഥയാട്ടോ. പച്ചക്കറിയൊക്കെ നിറച്ച് മണ്ണൊക്കെ ഇട്ടിടുതാ. ഇത് വേസ്റ്റാക്കി വെച്ചതാ. ഒരു ചാക്കാവാനായി. ഒക്കെ എൻ്റെ പഴയതാ. പുതിയത് വന്നതിന് ശേഷം ഈ ഭാഗത്ത് വരുത്തില്ല. പേടിയാ മഴ പെയ്തപ്പേ. ഇതെന്താണെന്നറിയോ? ഇത് എനിക്ക് ബയോബിനൊക്കെ ആകുന്നതിൻ്റെ മുമ്പേ ഞാൻ ഒരു ചെടീൻ്റെ മുരട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കി കുപ്പി ഇറക്കി വെച്ചതേനു. ഇറക്കി വെച്ചിട്ട് നിറഞ്ഞപ്പോൾ ഞാൻ മൂടി വെച്ച് നോക്കുമ്പോൾ നോക്ക് നല്ല ആയിട്ടുണ്ട് താനും. കുറേ മുളക് മുളക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് വെറും പച്ചക്കറി മുറിച്ചിട്ട് തന്നെ ബാക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് പഴത്തോട് മുട്ടത്തോടൊക്കെ ഉണ്ട്. എന്നിട്ട് നനച്ചെടുക്കലേന്. അപ്പോൾ അത് നിറഞ്ഞ് ഞാനിത് മൂടി വെച്ചതായിരുന്നു. മൂടി തുറന്ന് നോക്കുമ്പോൾ നിറച്ചിതുണ്ടായിട്ടുണ്ട്. ഇനിയെല്ലാം ബയോബിന്നിലേക്ക് മാറി. അതിൻ്റെ ഒരു കളറ് കണ്ടിട്ട് അത് കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്ക് പച്ചക്കറി എല്ലാം നടാലോ. ഓരോരുത്തരത് കണ്ടിട്ട് അതുള്ളവർ എന്നോട് അഭിപ്രായം പറയണേ. എങ്ങനെയാണ് ഇടൽ, എപ്പോഴാണ് അത് വളമായി മാറിയതൊക്കെ പറയണം കേട്ടോ. ഉള്ളവരെല്ലാവരും. ആ ഇനോക്കുലം കട്ട ഞാൻ 4 ലിറ്റർ വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ. 4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം കണ്ടോ ആയത് ചെറിയൊരു കട്ട. നല്ല ഇതിലാണ് ബാക്ടീരിയൻ്റെയും ഫംഗസും എല്ലാം ഉള്ള മിശ്രിത. ഇത് ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് ആവശ്യം കഴിഞ്ഞിട്ട് അങ്ങ് മൂടി വെക്കാം കേട്ടോ. ആവശ്യം കഴിഞ്ഞിട്ട് മൂടി വെക്കാം. ഞാൻ ഇട്ടുന്നത് കാണിച്ചു തരാം. ഒരു തട്ട് ഇട്ട് ഫുള്ളതിൻ്റെത് ഞാൻ ഇട്ടുന്നത്. ഞാൻ ഇന്നത്തെ വേസ്റ്റ് ഇതിലിടാൻ പോവാം കേട്ടോ. ഇതെല്ലാം ഉണ്ട്. കുറച്ച് ചോറിൻ്റെ ഉണ്ട്, ഉള്ളിത്തോലുണ്ട്, മുട്ടത്തോടുണ്ട്. മുട്ടത്തോടൊന്നും ഇങ്ങനെ പൊടിച്ചിടണം. അധികമല്ല, പഴത്തോടൊന്നുമില്ല. ഞാൻ ഒന്ന് ഇടാം. ഇതിങ്ങ് തുറക്കുക. വേഗം തുറക്കാൻ കിട്ടും. തുറക്കാൻ പ്രയാസമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ അടിയിൽ ഇതിങ്ങ് ഇടണം. ഈ ഈനാക്കുല എങ്ങനെ ഇടണം അടിയിൽ. എല്ലാ ഭാഗത്തും എത്തുന്ന കോലത്തിൽ എന്താ ഫസ്റ്റിൽ അങ്ങ് ഇടുക. അപ്പം നിങ്ങൾ കഞ്ഞിയൊന്നും ഒഴിക്കരുത്, കറിയൊന്നും കൊണ്ടുപോയി ഒഴിക്കരുത്. അതിൻ്റെ പീസ് ഇടുക. ഇത് അധികം പൈസ ആയതുകൊണ്ട് വാരി ഇടുമ്പോൾ നമുക്കൊന്ന് പൊള്ളും. അപ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കാമെന്ന് കേട്ടപ്പോൾ സമാധാനമായത് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇട്ട് ഫുള്ളിട്ട് കണ്ടില്ലേ? ഫുള്ളിട്ട് ഇനി ഞാൻ എൻ്റെ വേസ്റ്റ് ഇടുന്നു. വേസ്റ്റ് ഒന്ന് പരത്താം. വേസ്റ്റിലൊന്നും നനവ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിച്ച് പോകണമൊന്നുമില്ല. ഒന്നിങ്ങനെ ഇങ്ങോട്ടാക്കുക.
എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതിടുക. എനിക്കിതുവരെ ഞാൻ പുഴു കണ്ടില്ല. ആദ്യത്തെ തട്ടിൽ ഞാൻ പുഴു തീരെ കണ്ടില്ല, മണും വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും വന്നെങ്കിൽ ഉണ്ട് കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാമല്ലോ. ഒന്നിങ്ങനെ അങ്ങോട്ടേക്ക് ഞാൻ പതുക്കെ കാണിച്ചിരുന്ന്. ചില ആൾക്കാർ ഇത് വീട്ടിലുണ്ടായിട്ട് ഉപയോഗിക്കാണ്ട് മൂലേ കിടക്കാന്നൊക്കെ പറയുന്നത് കേട്ട് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കയ്യും കാലും പോയി മുറിക്കാൻ നിൽക്കേണ്ട, ദൂരെ പോയി വേസ്റ്റ് ചാടിയിട്ട് ഇതകത്ത് വെച്ചിട്ട് ഇത് വേണേൽ നമുക്ക് അകത്തും വെക്കാം. ഇട്ട് കഴിഞ്ഞു, എല്ലാം ഒന്ന് മൂടി. എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് അങ്ങ് അടച്ചിടും. ഇതുകൊണ്ട് അടച്ചിടും. ഈ ഈനാക്കുല ഞാൻ എടുത്ത് ഒരു സ്ഥലത്ത് വെക്കും. ഇത്രേ വേണ്ടൂ. ഇത് അതായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കൂട്ടോ. വെയിലത്ത് വെക്കുന്നതും ചെടിയിൽ കൊണ്ടുപോയി ഇടുന്നതും വീണ്ടും ഉപയോഗിക്കുന്നതും എല്ലാം ഞങ്ങളെ കാണിക്കൂ. അപ്പോൾ എൻ്റെ അടുക്കള വേസ്റ്റിൻ്റെ തലവേദന തൽക്കാലം ഞാൻ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു പ്രയാസമില്ല. നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ വെറുതെ വലിച്ചങ്ങ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് ആരും പോവില്ല. നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാനാവുക. കൊതുക് കടിച്ചിട്ട് കൊതുക്, ഈച്ച, എലി, പാമ്പ്, ആ തോട്ടത്തിൽ ഇറങ്ങാൻ പറ്റൂല, എല്ലാം കൊണ്ടും പ്രയാസം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ ചാക്കിലിട്ടോളി, എന്നിട്ട് അതിൽ കുറച്ച് മണ്ണ് ഇടുക, അങ്ങനെയൊക്കെ ഇട്ടാലും മതി. വീടും പരിസരവും ക്ലീനാവും. നമ്പർ 1 ആവും. എവിടെയും ഒരു വൃത്തികേടും ഉണ്ടാവില്ല. മഴക്കാലത്ത് വല്ലാത്ത അർപ്പാണല്ലോ, നിങ്ങൾ വൃത്തികേടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് അടുക്കള ഭാഗത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടായിന്, ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇപ്പം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അത് എൻ്റെ ചങ്ക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഉപകാരമുണ്ട്. ഇപ്പം കുറേ കാലം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഇനാക്കുലങ്ങൾ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നിൽ തന്നെ ഒരു ബക്കറ്റ് നിറയാനായി അത്ര കിട്ടുന്നുണ്ട്. അത് മതിയല്ലോ, കുറച്ചിങ്ങനെ പൊടിച്ചിട്ടാൽ മതിയല്ലോ. നമ്മളെല്ലാം ഇതിൽ പോകല്ലേ. അപ്പോൾ കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കഞ്ഞി കൊണ്ടുപോയി ഒഴിക്കരുത്, വറ്റ ഒഴിക്കാവൂ. സാമ്പാർ കൊണ്ടുപോയി ഒഴിക്കരുത്, കഷ്ണേ ഒഴിക്കാവൂ. അങ്ങനെ കുറേ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുതാണ് ഇതെന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ അവസാനം ഒരു ഇത്തിരി ഒലിച്ച് വരുന്നത് അടിയിലുണ്ടാവും. ആ വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ച് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ചെടിക്ക് നനച്ചാൽ ചെടിക്ക് നല്ലൊരു വളവുമായി. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുക്കള വേസ്റ്റിൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ചെയ്യും പോലെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് ഞാൻ 3600 വട്ടം കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് മോനാ വാങ്ങി തന്നത്, കൊടുത്തു. അത് ഓൺലൈനായിട്ടാണ് മോൻ വാങ്ങിയത്. അപ്പം ഞാനിത് എവിടുന്നാണ് ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ, ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടോളാം അതിൽ കേട്ടോ. വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് പ്രമോഷനൊന്നും അല്ല, എനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. നിങ്ങൾ വാങ്ങുന്നത് ഞാനിത് കാണിച്ചാൽ അതിൻ്റെ താഴെ എങ്ങനെ കാണിക്കൂ, എത്രയാണ് പ്രൈസ്, എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിക്കൂ. അതിനാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് 4000-ൻ്റെ അടുത്തായിട്ടുണ്ട്. ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ ഇട്ടോളൂ കേട്ടോ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ് നിന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.